ബുധനാഴ്ച വരെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. നാളെയും മറ്റന്നാളും വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടുമാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മാത്രമാണ് മഴയ്ക്കൊരു നേരിയ ശമനം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. പക്ഷേ കാലവർഷം കേരളത്തിൽ എത്തിയതോടുകൂടി ശരാശരിയിൽ കൂടുതൽ കാലവർഷമായിരിക്കും, മഴയായിരിക്കും ഇത്തവണ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസത്തിൽ പെയ്യുക എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണെങ്കിൽ കാലവർഷ സീസണിൽ ശരാശരി ലഭിക്കേണ്ട മഴയേക്കാൾ 13% മഴ കുറവായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. ശരാശരിയിൽ കൂടുതൽ മഴയായിരിക്കും നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ പെയ്യുന്ന സാഹചര്യമുണ്ടെങ്കിൽ ആശങ്കപ്പെടേണ്ട സ്ഥിതിയായിരിക്കും. അവിടെയൊക്കെ ജാഗ്രത വേണം എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ ഈ മഴയ്ക്കുള്ള കാരണം എന്ന് പറയുന്നത് അറബിക്കടലിലെ ന്യൂനമർദ്ദമാണ്. 27-ാം തീയതി ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടും. ഈ തുടർച്ചയായി വരുന്ന ന്യൂനമർദ്ദങ്ങളുടെ കൂടി സ്വാധീനത്താലാണ് മഴ കനക്കുന്നത്. കാലവർഷക്കാറ്റും സജീവമാണ്.